ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ഒരു അടിപൊളി ഉന്നക്കായാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഫസ്റ്റ് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു വന്നത്? ഉന്നക്കായ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നല്ല അടിപൊളി ഉന്നക്കായ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് വലിയ പഴമാണ്. ഞാനിത് ഇവിടെ ഒരു 3 പഴം എടുത്തിട്ടുണ്ട്. അതും നന്നായി പഴുത്തതൊന്നും പാടില്ല, ചെറുതായി പഴുത്തത്. എന്നിട്ട് ഞാനത് മുറിച്ചിട്ടിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലോട്ട് അങ്ങിട്ട് ഒരു 10 മിനിറ്റ് നേരം ആവിക്ക് വെച്ച്. അപ്പോൾ അതവിടെ നിന്ന് ആവി കയറുന്ന നേരത്ത് നമുക്കിവിടെ വെറുതെ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങയും ഒരു 5-8 ബദാമും കുറച്ച് മുന്തിരിയും ഇതിൽ കാണിച്ചാൽ കുറച്ച് നെയ്യും കൂടെ എടുത്ത് നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് ചൂടാക്കാം. ഈ പാൻ ചൂടായി വന്നാൽ നമുക്ക് ബാക്കി പരിപാടി നോക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളെ മുന്തിരിയും ബദാമും തേങ്ങയും പിന്നെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം. ഏറെക്കുറെ നമ്മളെ ഉന്നക്കായൻ്റെ എല്ലാ സംഭവങ്ങളും ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ പഴം ഇവിടെ ആവി കയറി വെന്ത് അതൊന്ന് ആറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ അത് നമുക്കൊന്ന് കൈകൊണ്ട് ഉടച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ച തേങ്ങേൻ്റെ ആ സാധനം ഉണ്ടല്ലോ, അത് ഈ പഴത്തിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് ഇങ്ങനെ ഈ ഒരു ഷേപ്പിലും കൂടെ ആക്കി വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് പൊരിച്ചിങ്ങെടുത്താൽ മതി. ഉന്നക്കായ റെഡി. വേണമെങ്കിലേ ആ പഴത്തിൻ്റെ ഉള്ളിലുള്ള കറുത്ത കുരുവില്ലേ അതങ്ങോട്ട് എടുത്ത് മാറ്റാം കേട്ടാ. പക്ഷേ ഞാൻ എടുത്ത് മാറ്റാനുള്ള മടിയുണ്ട് അതവിടെ തന്നെ വെച്ചിട്ടുണ്ട്.